1973 സെപ്റ്റംബർ രാജസ്ഥാനിലെ സാദുൽ ഷഹർ പട്ടണം. അത് നല്ല തണുപ്പുള്ള പ്രഭാതമായിരുന്നു. പതിവ് പോലെ ഗുരുദ്വാറിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു ശ്യാം സിംഗ്. പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ശ്യാം സിംഗ് വീട് വിട്ടിറങ്ങുന്നു. ശ്യാം സിംഗിൻ്റെ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം നടക്കണം ഗുരുദ്വാറിലെത്തുവാൻ. സമയം 7 മണി അടുത്ത് കാണും. സാധാരണ ദിവസങ്ങളിൽ ഈ സമയത്ത് ഗുരുദ്വാറിൽ ആരെങ്കിലും ഉണ്ടാകുന്നതാണ്. എന്നാൽ അന്ന് ആരെയും തന്നെ കണ്ടില്ല. ഒരുപക്ഷെ അവരൊക്കെ പ്രാർത്ഥനാമുറിയിലാകുമെന്ന് കരുതി ശ്യാം സിംഗ് ഗുരുദ്വാറിനുള്ളിൽ പ്രവേശിക്കുന്നു. എന്നാൽ പ്രാർത്ഥനാ മുറിയിൽ മുന്നിൽ എത്തിയ ശ്യാം സിംഗ് അയാളുടെ മുന്നിലെ കാഴ്ച കണ്ട് ഞെട്ടി. പ്രാർത്ഥനാ മുറിക്കുള്ളിൽ രക്തത്തിൽ കുളിച്ച 3 ശരീരങ്ങൾ. നിലത്ത് കിടക്കുന്ന 2 പേർക്ക് അനക്കമുള്ളതായി തോന്നി. ഉടനെ ശ്യാം സിംഗ് അവരുടെ അടുത്തേക്കെത്തി. അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് മദാ സിംഗ്, കർദാർ സിംഗ്, വസീർ സിംഗ് എന്നിവരാണ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന 3 പേരെന്ന്. മദാ സിംഗിനും വസീർ സിംഗിനും ജീവനുണ്ടായിരുന്നു. ഇരുവരും ബോധരഹിതരാണ്. എന്നാൽ കർദാർ സിംഗ് മരിച്ചിരിക്കുന്നു. ശ്യാം സിംഗ് ഉടനെ തന്നെ ഗുരുദ്വാറിൽ നിന്ന് പുറത്തു കടന്ന് നാട്ടുകാരെ വിവരമറിയിക്കുന്നു. പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുന്നു. വിവരമറിഞ്ഞ് സംഭവ സ്ഥലത്തെത്തിയ പോലീസ് ഗുരുദ്വാറിൽ ഉടനീളം പരിശോധന നടത്തുന്നു. പുറത്തുനിന്ന് ആരോ ആക്രമിച്ച് ഉള്ളിൽ കടന്നതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും വ്യക്തം. ഗുരുദ്വാറിലെ പൂജാവസ്തുക്കൾ ഉൾപ്പെടെ പലതും ചിന്നിച്ചിതറിക്കിടക്കുന്നു. ഈ കൂട്ടത്തിനിടയിൽ രക്തം പുരണ്ട ഒരു മൺവെട്ടി പോലീസിന് ലഭിക്കുന്നു. ആരോഗ്യനില മെച്ചപ്പെട്ടപ്പോൾ പോലീസ് മാതാ സിംഗിനും വസീർ സിംഗിനെയും ചോദ്യം ചെയ്യുന്നു. തങ്ങളെ ആക്രമിച്ചത് ഒരൊറ്റ മനുഷ്യനാണ്. അയാളുടെ കയ്യിൽ ചുറ്റിക ഉണ്ടായിരുന്നു. രാത്രിയിൽ ഗുരുദ്വാറിൽ ഉറങ്ങിക്കിടക്കവെയാണ് തങ്ങളെ ആക്രമിച്ചത്. ആക്രമണം തടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അയാൾ ഞങ്ങളെ മൺവെട്ടി കൊണ്ട് അടിച്ചു വീഴ്ത്തി. ശേഷം ചുറ്റിക കൊണ്ട് അടിക്കുകയായിരുന്നു. എന്നാൽ ആക്രമിയുടെ മുഖം അവർക്ക് ഓർമ്മയില്ലായിരുന്നു. രാത്രിയിൽ നല്ല ഇരുട്ടായതുകൊണ്ട് അയാളുടെ മുഖം കാണുവാൻ സാധിച്ചില്ല. എന്നാൽ കൊലപാതകയിലേക്ക് നയിക്കുന്ന യാതൊരു തെളിവും സംഭവ സ്ഥലത്ത് നിന്ന് പോലീസിന് ലഭിക്കുന്നില്ല. അങ്ങനെ അധികം വൈകാതെ ഗുരുദ്വാറിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ പതിയെ മൂടപ്പെട്ടു. പക്ഷെ അന്ന് ആരും കരുതിയില്ല ഇതൊരു തുടക്കം മാത്രമാണ് എന്ന്. 1977-നും 1978-നും ഇടയിൽ 70ഓളം മനുഷ്യർ ഗുരുദ്വാറിൽ നടന്ന കൊലപാതകത്തിന് സമാനമായ രീതിയിൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ കൊല്ലപ്പെടുന്നു. ഇരകളുടെ കഴുത്തിലായി ചെവിയുടെ അടുത്തായി ചുറ്റിക കൊണ്ടടിക്കുന്നു. കഴുത്തിൻ്റെ എല്ല് തകർന്നു. നിമിഷനേരം കൊണ്ട് ഇരകൾക്ക് ജീവൻ നഷ്ടമാകുന്നു. വെറും 1 വർഷ കാലയളവ് കൊണ്ട് സമാന രീതിയിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നു. കൊലപാതകം അരങ്ങേറുന്ന പോലീസ് സ്റ്റേഷൻ പരിധി ഓരോ തവണയും വെവ്വേറെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങളിലെ സമാനതകൾ ആരും തന്നെ ശ്രദ്ധിച്ചില്ല. 2 മാസം കൊണ്ട് 10 പേർ കൊല്ലപ്പെടുന്നു. ഓരോ മാസം കഴിയുന്തോറും സമാന രീതിയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് അത്ര വലിയ കാര്യമാക്കിയില്ല. കാരണം കൊല്ലപ്പെട്ടവരെല്ലാവരും സാധാരണ കർഷക കുടുംബത്തിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ ഒരു ദിവസം ജയ്പൂരിലെ ഒരു പ്രാദേശിക പത്രത്തിൻ്റെ ഒരു ഉൾപേജിൽ നാട്ടിലരങ്ങേറുന്ന സമാന രീതിയിലെ കൊലപാതകങ്ങളെപ്പറ്റി ഒരു വാർത്ത വരുന്നു. ഈ വാർത്ത ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ കൊലപാതകങ്ങൾ വേണ്ടത്ര അന്വേഷിക്കാത്ത പോലീസിൻ്റെ ജാഗ്രതക്കുറവ് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നു. അതോടെ ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കുവാൻ പുതിയൊരു അന്വേഷണ സംഘത്തിനെ തന്നെ പോലീസുകാർ നിയമിക്കുന്നു. നാളിതുവരെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടവരുടെ കേസുകൾ പുനരന്വേഷിക്കുന്നു. 30ഓളം സമാന രീതിയിലെ കൊലപാതകങ്ങൾ എല്ലാം നടന്നിരിക്കുന്നത് രാത്രികാലങ്ങളിൽ. അതോടെ രാത്രി ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ പോലീസ് തിരച്ചിൽ ശക്തമാക്കി. എന്നാൽ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും കൊലപാതകങ്ങൾ തുടർക്കഥയായി. 1978-ൻ്റെ അവസാനത്തോടെ ജയ്പൂരിലെ പല സ്റ്റേഷനുകളിലായി പരാതിയുമായി ഏതാനും മനുഷ്യരെത്തുന്നു. തങ്ങൾ രാത്രിയിൽ ആളൊഴിഞ്ഞ വഴികളിലൂടെ നടന്നു നീങ്ങുമ്പോൾ ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരുന്ന ഒരാൾ തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. ഇതായിരുന്നു അവരുടെ പരാതി. കമ്പിളി പുതപ്പ് കൊണ്ട് ശരീരമാകെ മൂടിയ മനുഷ്യൻ. കയ്യിലൊരു ചുറ്റിക ഉണ്ടായിരുന്നു. ഇതായിരുന്നു ആ മനുഷ്യർ പോലീസിന് നൽകിയ മൊഴി. തങ്ങളുടെ നേരെ അയാൾ പാഞ്ഞെടുത്തതും ജീവനായി അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒന്നിനു പുറകെ മറ്റൊന്നായി കമ്പിളി പുതപ്പ് ധരിച്ച് കയ്യിൽ ചുറ്റിക ഏന്തിയ മനുഷ്യനെ കണ്ടതായി നിരവധി പേർ പോലീസിൽ അറിയിക്കുവാൻ തുടങ്ങി. ജനങ്ങളാകെ ഭയഭീതരായി. രാത്രികാലങ്ങളിൽ ആരും തന്നെ വീടിന് പുറത്തു പോകാതെയായി. പോലീസ് രാത്രികാലങ്ങളിലെ അന്വേഷണം ഊർജിതമാക്കി. ഇരുട്ടിൽ പതിയിരുന്ന് അവർ കൊലയാളികൾക്കായി കാത്തിരുന്നു. കൊല്ലപ്പെട്ടവരുടെ എണ്ണം 60ഓടടുത്തിട്ടും പോലീസിന് നിരാശയോടെ ഒട്ടനവധി രാത്രികളിൽ മടങ്ങേണ്ടി വന്നു. എന്നാൽ 1978-ലെ ഒരു രാത്രി അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പതിവ് പോലെ
ഇരുട്ടിൻ്റെ മറവിൽ ഒളിച്ചിരുന്നു. സമയം രാത്രിയേറെ വൈകിയിട്ടുണ്ട്. ഇരുട്ടിൻ്റെ മറവിൽ നിന്ന് ഒരു മനുഷ്യരൂപം ഒരു വലിയ മരത്തിൻ്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നതായി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു. മരത്തിൻ്റെ ചുവട്ടിൽ ആ മനുഷ്യൻ എന്തോ ഒന്ന് ഒളിപ്പിക്കുന്നതായി അവർ കണ്ടു. ശേഷം ഒരു കമ്പിളി പുതപ്പ് കൊണ്ട് ശരീരം ആകെ മൂടുന്നു. തുടർന്ന് മരത്തിൻ്റെ ചുവട്ടിൽ പതുങ്ങിയിരിക്കുന്നു. ഏകദേശം അരമണിക്കൂറോളം അയാൾ അവിടെ തന്നെ പതുങ്ങിയിരുന്നു. ശേഷം പതിയെ ഇരുട്ടിലേക്ക് നടങ്ങി നീങ്ങി. പന്തികേട് തോന്നിയ പോലീസുകാർ അയാളെ വളഞ്ഞിട്ട് പിടികൂടി. ഒരു സംശയത്തിന് പുറത്താണ് പോലീസുകാർ അയാളെ പിടികൂടിയത്. തങ്ങളോടൊപ്പം പോലീസ് സ്റ്റേഷൻ വരെ വരണമെന്നും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ ശേഷം വിട്ടയക്കാം എന്നും അവർ പറയുന്നു. ഒടുവിൽ ആ മനുഷ്യനെയും കൂട്ടി പോലീസുകാർ സ്റ്റേഷനിലെത്തുന്നു. സ്റ്റേഷനിലെത്തിയ ശേഷം അയാളെ കസേരയിൽ ഇരുത്തിയ ശേഷം ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, നിന്റെ പേരെന്താ? എൻ്റെ ശങ്കരിയ. നിന്റെ പ്രായം? എനിക്ക് 25 വയസ്സ് കഴിഞ്ഞു സാർ. നിന്റെ വീട്? മറുപടിയായി ജയ്പൂരിലെ ഒരിടം അവൻ പറയുന്നു. നീ എന്തിനാണ് രാത്രിയിൽ ഇങ്ങനെ കമ്പിളിയും പുതച്ച് നടക്കുന്നത്? രാത്രി കമ്പിളിയും പുതച്ച് 60ഓളം മനുഷ്യരെ കൊന്ന കൊലയാളിയെപ്പറ്റി നീ കേട്ടിട്ടില്ലേ? 60 സാർ, ഞാൻ 70 പേരെയാണ് കൊന്നത്. നിങ്ങൾ അന്വേഷിക്കുന്ന കൊലയാളി ഞാൻ തന്നെയാണ്. ശങ്കരിയ പറഞ്ഞത് കേട്ട് പോലീസുകാർ ഒന്ന് ഞെട്ടി. അവർ വീണ്ടും വീണ്ടും അവനോട് സത്യം പറയുവാൻ ആവശ്യപ്പെടുന്നു. എന്നാൽ ശങ്കരിയ തൻ്റെ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടിരുന്നു. ഒടുവിൽ ശങ്കരിയ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു. ശങ്കരിയ പറഞ്ഞത് സത്യമാണ്. രാജസ്ഥാനിൽ നടിക്കുക ആ സീരിയൽ കില്ലർ ശങ്കരിയ തന്നെ. 70ഓളം കൊലപാതകങ്ങൾ നടത്തിയതിൽ 50ഓളം വരുന്ന കൊലകൾ നടത്തിയ ദിവസം വരെ ശങ്കരിയ പോലീസിനോട് കൃത്യമായി പറഞ്ഞു. ഒടുവിൽ ശങ്കരിയക്കെതിരെ കേസെടുക്കുന്നു. 63 കൊലപാതകങ്ങളുടെ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചു. കോടതിയിൽ വിചാരണ വേളയിൽ നീ കൊലപ്പെടുത്തിയ മനുഷ്യരെ നിനക്ക് പരിചയമുണ്ടോ എന്ന ചോദ്യത്തിന് അവൻ ഇല്ല എന്ന മറുപടിയാണ് നൽകിയത്. എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും അധികം മനുഷ്യരെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യം ഉയർന്നപ്പോൾ അവൻ നൽകിയ മറുപടി ഇതായിരുന്നു, ഞാൻ എല്ലാ 3 ദിവസം കൂടുന്തോറും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകാറുണ്ട്. ഇങ്ങനെ പോകുമ്പോൾ കയ്യിൽ ചുറ്റിക കരുതും. രാത്രിയിൽ ഒറ്റയ്ക്ക് എൻ്റെ മുന്നിൽ വന്നുപെടുന്നവരെ ചുറ്റിക കൊണ്ട് ഞാൻ അടിച്ചു കൊലപ്പെടുത്തും. അടിയേറ്റ് നിലവിളിക്കുന്നവരുടെ കരച്ചിൽ എനിക്ക് ഏറെ ഇഷ്ടമാണ്. ഒടുവിൽ ശങ്കരിയയ്ക്ക് കോടതി വധശിക്ഷ വിധിക്കുന്നു. 1979 ശങ്കരിയെ തൂക്കിലേറ്റുന്നു. ഒരു കാരണവുമില്ലാതെ ഞാൻ കൊലപാതകങ്ങൾ ചെയ്തു. ആരും എന്നെപ്പോലെ ആകരുത്. ഇതായിരുന്നു ശങ്കരിയയുടെ അവസാന വാക്കുകൾ. ചുറ്റിക കൊണ്ട് ഇരകളുടെ ചെവിക്ക് അടുത്തടിച്ചു കൊലപ്പെടുത്തുന്നത് കൊണ്ട് കൺപതിമാർ അഥവാ ചെവിക്ക് താഴെ അടിക്കുന്നവർ എന്ന വിളിപ്പേരും ശങ്കരിയ സ്വന്തമാക്കിയിരുന്നു എന്നുള്ളതാണ്. ചില കൊലപാതകങ്ങൾ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചിലരുടെ വേദനകൾ വല്ലാതെ അവരെയൊക്കെ സന്തോഷിപ്പിക്കും എന്നതാണ് ശങ്കരിയയുടെ ഈ കഥ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഒരു തെറ്റും ചെയ്യാത്ത 70 പേരെ കൊലപ്പെടുത്തിയ 25കാരൻ.